നമസ്കാരം. ഈസ്റ്റർ ദിനത്തിലെ ഉഡായിപ്പുകൾ. ഓശാന ദിനത്തിൽ തുടങ്ങി ഈസ്റ്റർ ദിനത്തിൽ അവസാനിച്ച ഉഡായിപ്പിൻ്റെ പീഡാനുഭവവാരം ക്രൈസ്തവർക്കൊപ്പമാണ് എന്ന് കരുതുന്ന പാതിരിമാരും പള്ളിയിലച്ചനും വിശ്വാസികളും ഒരു വശത്ത്, മറുവശത്ത് ഒരേ സമയം വില്ലൻ്റെയും രക്ഷകൻ്റെയും റോളിലെത്തുന്ന സംഘപരിവാർ സംഘടനകൾ. അപ്പോൾ ഈ സംഘടനകൾ എന്തിനു വേണ്ടിയാണ് ഈ ഇരട്ടവേഷം കെട്ടി ആടുന്നത് എന്ന് പാതിരിമാർക്കൊഴിച്ച് കൊച്ചു കുട്ടികൾക്ക് വരെ എല്ലാവർക്കും അറിയാം. വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെ. പക്ഷേ ഒരേ സമയം ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും പ്രീണനം നടത്തുകയും ചെയ്യുന്നത് ഒരു നട്ടലുള്ള പ്രസ്ഥാനത്തിന് ചേർന്നതാണോ? ഉത്തരേന്ത്യയിൽ ക്രൈസ്തവനെ ഓടിച്ചിട്ട് തല്ലും, ഇവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കും. പീഡാനുഭവ ആഴ്ചയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ വ്യാപകമായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഓശാന ഞായറാഴ്ച ഡൽഹിയിൽ സാധാരണയായി നടന്നു വന്നിരുന്ന കുരിശിൻ്റെ വഴി ആ ചടങ്ങിന് പോലീസ് അനുമതി നിഷേധിച്ചത് വലിയ വിവാദമായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ക്രമസമാധാന പാലനം, സുരക്ഷ, ഗതാഗതം എന്നീ വിഷയങ്ങളാണ് അനുമതി നിഷേധത്തിന് കാരണമായി പറഞ്ഞത്. അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് അവസാനം വിശ്വാസികൾ ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളി അങ്കണത്തിൽ കുരിശിൻ്റെ വഴി പ്രദക്ഷിണം നടത്തി ആത്മസംതൃപ്തി നേടി എന്നുള്ളതാണ്. അതുപോലെ ഈ മാസം 1-ാം തീയതിയാണ് സിറോ മലബാർ സഭയിൽപ്പെട്ട 2 വൈദികരടക്കം നിരവധി വിശ്വാസികളെ BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ ജബൽപൂരിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ സംഘപരിവാർ പ്രവർത്തകർ അതിക്രൂരമായി തല്ലിച്ചതച്ചത്. പാർലമെന്റിലടക്കം ചർച്ചയായതിനെ തുടർന്ന് കേസെടുത്തുവെങ്കിലും ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഓശാന ദിനത്തിൽ ഛത്തീസ്ഗഡിലെ സുഖ്ര ജില്ലയിൽപ്പെട്ട കാരിഗുണ്ടം ഗ്രാമത്തിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള 13 കുടുംബങ്ങളെ ഹിന്ദുത്വ സംഘടനയിൽപ്പെട്ടവർ ഭീഷണിപ്പെടുത്തി ഹിന്ദുമതത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. 6 കുടുംബങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങാതിരുന്നതിനെ തുടർന്ന് അവർക്ക് വിലക്കേർപ്പെടുത്തുന്നു. ഇന്ത്യയിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വേട്ട എന്ന് പറയപ്പെടുന്ന നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയപ്പെടുന്നതും. BJP ആണ് ഇവിടെ ഭരിക്കുന്നതും. അപ്പോൾ ഇവിടെയും സ്ഥിതി മറ്റൊന്നുമല്ല, ആരും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ഇനി ഈസ്റ്റർ ദിനത്തിലേക്ക് എത്തിയാൽ, ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാടായിട്ടുള്ള ഗുജറാത്തിലെ ക്രൈസ്തവ ദേവാലയത്തിൽ ആരാധനയ്ക്കെത്തിയ വിശ്വാസികളെ VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ അടിച്ചോടിച്ചു. ഉയർപ്പ് പെരുന്നാളിൻ്റെ ആരാധനകൾ നടക്കുന്നതിനിടെ അഹമ്മദാബാദിനടുത്ത് ഉദ്ധാവ് ഗ്രാമത്തിലെ പള്ളിയിലേക്ക് ജയ് ശ്രീറാം വിളികളുമായിട്ട് ഇരച്ചു കയറിയ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തകർ ക്രിസ്ത്യൻ വിശ്വാസികളെ തല്ലിയോടിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ആ സമയത്ത് ആ ദേവാലയത്തിനകത്തുണ്ടായിരുന്നു. ഹിന്ദുക്കൾ പുറത്തേക്കിറങ്ങണമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അക്രമം അഴിച്ചുവിട്ടതും. വാളും വടികളുമായിട്ടാണ് ഈ ശുശ്രൂഷകൾ നടന്ന പള്ളിക്കുള്ളിലേക്ക് കടന്ന് ഭീഷണിപ്പെടുത്തിയത്. ഈ അക്രമത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ഔദ്യോഗികമായിട്ടുള്ള എക്സ് അക്കൗണ്ടിലൂടെ ആ ദൃശ്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖറും ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ ഒരക്ഷരം മിണ്ടില്ലെന്ന് കുറിപ്പിട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചതും. ഇവിടെയും അക്രമത്തിന് ഉത്തരവാദികൾക്കെതിരെ പോലീസ് കേസൊന്നും തന്നെ ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. ക്രൈസ്തവർക്ക് നേരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അക്രമമുണ്ടായാൽ നീതിപൂർവകമായിട്ടുള്ള സംരക്ഷണം പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാറില്ല എന്നതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അവസ്ഥ. അതേസമയം കേരളത്തിലേക്ക് എത്തിയാൽ, കേരളത്തിൽ ഓശാന ഞായറാഴ്ചയും ഈസ്റ്ററിനുമുള്ള ആഘോഷങ്ങളിൽ BJPയുടെ നേതാക്കളെല്ലാം ഒപ്പം പ്രവർത്തകരുമൊക്കെ പങ്കെടുത്തു. പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. വല്ലാത്ത സ്നേഹപ്രകടനങ്ങളാൽ കേരളത്തിലെ ക്രിസ്ത്യാനിയെ താലോലിച്ച് കയ്യിൽ കരുതലോടെ വയ്ക്കുന്ന ഈ ഒരു സമീപനം സ്വീകരിക്കുന്നു. ഇത് എന്ത് മാജിക്കാണ്! ഉത്തരേന്ത്യയിൽ ഓടിച്ചിട്ട് തല്ലുന്നു, അതേ ക്രൈസ്തവനെ ഇവിടെ ക്രിസ്ത്യാനിയെ അവരുടെ കാൽ കഴുകി മുത്തം കൊടുക്കുന്നു. ഇവിടെ BJPയും സംഖ്യകളും ചെയ്യുന്ന ഈ പ്രവർത്തനത്തെയാണ് ഇവിടെ ഈ കേന്ദ്രത്താൽ പരിഹരിക്കപ്പെടേണ്ട ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. എന്നാൽ അതിനൊന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനോ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. മുനമ്പം ജനതയുടെ നീറുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വഖഫ് നിയമ ഭേദഗതി മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് BJP അതിനുള്ള മാർഗങ്ങൾ കൂടി നിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തി ബില്ല് കൊണ്ടുവന്നത് എന്നാണ് അവരുടെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്നാൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു നേരിട്ടെത്തി മുനമ്പം ജനതയുടെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞത്
എന്തിനാണ് എന്ന ചോദ്യത്തിനു കൂടി ഉത്തരം നൽകണം ഇവരെല്ലാവരും. വർഷങ്ങളുടെ വേദനയുടെയും സംഘർഷത്തിൻ്റെയും കഥയാണ് മുനമ്പം നിവാസികളുടേത് എന്നുള്ളത് മറന്നു പോകരുത്. ഒരു നൂറ്റാണ്ടിലേറെയായി മുനമ്പത്ത് സ്വന്തം സ്ഥലം വാങ്ങി തലമുറകളായി ഈ മണ്ണിൽ ജീവിച്ച് കടലിൽ പോയി ഉപജീവനം നടത്തുന്ന 600ഓളം കുടുംബങ്ങളുടെ മുകളിൽ ഒരു സുപ്രഭാതത്തിൽ വഖഫ് ഭീകരതയുടെ കരിനിഴൽ വീഴ്ത്തി മുനമ്പത്തെ ജനങ്ങളെ ചതിച്ചതാരാണ്? മാസങ്ങളായി അവർ സമരത്തിലാണ്. തങ്ങളുടെ ചെറിയ തുണ്ടു ഭൂമി സംരക്ഷിക്കുവാൻ ഇവിടുത്തെ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഇവിടുത്തെ ജനത്തെ പറഞ്ഞു പറ്റിച്ച് വീണ്ടും BJP മുന്നോട്ടു പോകുന്ന കാഴ്ച കാണേണ്ടി വരുന്നു. BJPയുടെ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയപ്പോൾ പാർട്ടി ഒന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയവർ നിരവധി പേരായിരുന്നു എന്ന് കൂടി പറയട്ടെ. എന്നാൽ ഒരു കോർപ്പറേറ്റ് മുതലാളിയിൽ നിന്നും ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാകാൻ ചന്ദ്രശേഖറിന് കഴിയുന്നില്ല എന്നത് ആശങ്കാജനകമാണ് എന്നുകൂടി പറയട്ടെ. ക്രൈസ്തവർ കൂടെ ഉണ്ടെങ്കിൽ വോട്ട് നേടി അധികാരത്തിൽ എത്താമെന്ന് കരുതിയതാണ് രാജീവ് ചന്ദ്രശേഖറും BJPയുടെയും ഒക്കെ പഴയ അടവ് നയം തന്നെ വീണ്ടും കേരളത്തിൽ സ്വീകരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്കൊപ്പം നിലകൊണ്ടത് എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ ചെറുതായിപ്പോയി എന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള വാദഗതികൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ചുവെന്ന്? നിങ്ങളുടെ മന്ത്രി തന്നെ അത് സമ്മതിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് നുണയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു രാജീവ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മേൽ കുതിര കയറാൻ BJP ശ്രമിക്കാത്തത്? ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനിയെ തല്ലിച്ചതയ്ക്കുന്നതും പള്ളി തകർക്കുന്നതുമെല്ലാം അവിടെ ആ തീവ്ര ഹിന്ദുത്വം നിലനിർത്തി അധികാരം ഉറപ്പിക്കാനാണ് എന്നുള്ള കാര്യം സംശയമില്ല. അതുപോലെ ഇവിടെ ന്യൂനപക്ഷത്തെ കൂട്ടുപിടിച്ച് അധികാരം പിടിച്ചെടുക്കുവാനുള്ള വോട്ട് രാഷ്ട്രീയം കളിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇവിടെ കോതമംഗലം രൂപതയുടെ കീഴിലെ തൊമ്മൻകുത്തിലെ കുരിശു പിഴുതെറിഞ്ഞ സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഈ BJPയുടെ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടാകാത്തത് എന്നൊരു സംശയമില്ലേ? രാജീവ് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് കുരിശിന്റെ വഴിയിൽ എന്ന പുണ്യപ്രവൃത്തി ദിനത്തില് വിശ്വാസികളെയൊക്കെ കൂട്ടി ഒരു പാതിരി നടത്തിയ വൃത്തികേട് എന്തുകൊണ്ട് ചൂണ്ടിക്കാട്ടിയില്ല? അല്ലെങ്കിൽ ഒരു പ്രസ്താവനയെങ്കിലും നടത്തിയില്ല രാജീവ് ചന്ദ്രശേഖർ? അപ്പോൾ അടവ് നയം സ്വീകരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ അല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാജീവിൽ നിന്നും ഈ കേരളം കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കാൽക്കഴുകളുടെ ശുശ്രൂഷയും ഉയർപ്പിനുമൊക്കെ പള്ളിമുറ്റത്തെത്തി പാതിരിമാരെ വണങ്ങി വന്ദിച്ച് ഉളുപ്പില്ലാതെ ക്രൈസ്തവരെ ചേർത്ത് നിർത്താൻ കാണിക്കുന്ന ഈ ആവേശ നാടകം ഇവിടെ വിലപ്പോവില്ല എന്നുകൂടി പറയട്ടെ. കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. സമൂഹ മാധ്യമങ്ങൾ നിങ്ങളെ വലിച്ചു കീറി ഒട്ടിക്കും. ക്രൈസ്തവരെ ഒപ്പം കൂട്ടിയാൽ മാത്രമേ ദക്ഷിണേന്ത്യയിൽ ക്ലച്ച് പിടിക്കാൻ പറ്റൂവെന്ന സത്യം BJP തിരിച്ചറിയുമ്പോഴാണ് പീഡനവും പ്രീണനവും ഒരേപോലെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുകയും അത് വിശ്വാസികളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന കുറേ മൊണ്ണപ്പാതിരിമാർ, ഒരുപാട് പേർ ഒളിച്ചു പിടിക്കുവാൻ ഒട്ടനവധി കാര്യങ്ങളുള്ള ഈ പാതിരിമാർ, അത് അവർക്കുള്ളത് കൊണ്ട് തന്നെ BJP പറയുന്നതെന്തും വിശ്വസിക്കും, അവരുടെ താളത്തിനൊത്ത് തുള്ളുകയും ചെയ്യും. EDയെ അടക്കം ഭയപ്പെടുന്ന ഈ മൊണ്ണപ്പാതിരിമാർ എന്ത് വൃത്തികേടിനും കൂട്ടുനിൽക്കും. എന്നിട്ട് തങ്ങളെ ചതിച്ചുവെന്ന് മനസ്സിലായതുപോലും BJPയെ എതിർക്കാൻ കഴിയാതെ ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് എത്തും. പക്ഷേ എന്നും ഈ എല്ലാ പേരും എല്ലാ മുണ്ണവിശ്വാസികളുമാണ് എന്ന് താങ്കൾ കരുതരുത്. അവർക്ക് തിരിച്ചറിവുണ്ടാകും, അവർ പ്രതികരിക്കും. അതുകൊണ്ട് അധികാരത്തിനായി BJP പ്രയോഗിക്കുന്ന ഈ അടവ് നയം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരത്തിലെ ഉഡായിപ്പുകൾ മതിയാക്കുക. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് എന്ന് മറന്നു പോകരുത്. അത് പാതിരിയാണെങ്കിലും ഇനി പള്ളിയിലച്ഛനാണെങ്കിലും ശരി, നിങ്ങൾ ചെയ്യുന്ന ചെയ്തികൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈസ്റ്ററിനെയും ഉയർപ്പിനെയും പുണ്യപ്രവർത്തികൾ പുണ്യദിനങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടാകണം. ആ ദിനങ്ങളിൽ നിങ്ങളുടെ നാടകങ്ങൾ, അത് സുരേഷ് ഗോപി ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ഈ പള്ളികളിൽ നടത്തരുത് എന്നുകൂടി പറയട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.